ഹരി ഓം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആത്മാവ് ദുഃഖഹേതുവെന്നാകിൽ ജനമെല്ലാം നന്മയാം സുഖമല്ലോ കോപിപ്പാനാരോടിഹ. ദുഃഖമിതിവിടത്തിൽ തത്സ്വഭാവത്വമെന്നാൽ ദുഃഖമാമന്യങ്ങളാൽ ആത്മാവിനെന്തു ദുഃഖം. ഇല്ലല്ലോ പിന്നെ ആരോടായിട്ടു കോപിക്കേണ്ടു, ഇല്ലതിനാലേ സുഖദുഃഖഭേദങ്ങളൊന്നും. സുഖവും സുഖത്തെപ്പോൽ ദുഃഖവും ദുഃഖത്തെപ്പോൽ, സുഖദുഃഖത്തെ ചിന്തിച്ചെന്തൊരു സുഖദുഃഖം. സുഖദുഃഖങ്ങൾ ഗ്രഹനിമിത്തമെന്നാകിലോ വിഗതജന്മനാകും ആത്മാവു തനിക്കെന്തേ. ഗ്രഹങ്ങൾ കൊണ്ടു ഗ്രഹത്തിനു താനെന്നാകിലോ ഗ്രഹമില്ലാതെ വാഴും ജനത്തോടെന്തു കോപം. സുഖദുഃഖങ്ങൾ കർമ്മഹേതുവന്നിരിക്കിലോ സുഖദുഃഖാതീതാമാത്മാവകർമ്മനെന്തു ഛേദം. ദേഹമായതു ജഡമറിവീലവയൊന്നും, ദേഹവൈലക്ഷണ്യാത്മാവജടൻ നിർവികാരി. ആകയാൽ ജഡാജഡങ്ങൾക്കെന്തു സുഖദുഃഖം, ആകയാൽ ജനത്തോടു കോപിപ്പാനെന്തു മൂലം. ആകയാൽ കർമ്മമൂലം സുഖദുഃഖവുമില്ല, കാലമോഹേതു സുഖദുഃഖത്തിനെന്നോർക്കിലോ. കാലം തന്നംശമാകുമാത്മാവിനതിനെന്തേ, അന്യമാം കാലത്തിനാൽ തനിക്കെന്തൊരു ഭേദം. അഗ്നിതൻ വികാരമാം തപനമാകും താപം, അഗ്നിക്കോ തപിക്കാതെ ഇരിപ്പാൻ കഴിവില്ല. അതിനാൽ മറ്റൊരുത്തൻ തന്നോടൊന്തൊരു കോപം. പ്രകൃതിയായിരിക്കും വസ്തുക്കൾ തമ്മിലുള്ള സുഖദുഃഖങ്ങൾ സർവമതതിൽ നിൽക്കയന്യേ വിഗതനായിരിപ്പോനേതുമേയില്ലയല്ലോ. ആയതുകൊണ്ടു സുഖദുഃഖങ്ങൾ തമ്മിലേതും കൂടുന്നീല, ഇവറ്റിൽ വേർപാടായി ഇരിക്കുമാത്മാവിനി സുഖദുഃഖസ്വഭാവം ധരിക്കുന്നീല താനൊട്ടിവറ്റിൽ സംഗനല്ല. ഭൂതങ്ങൾ ജന്മമൃതി ദേഹമിന്ദ്രിയമോരോന്നീതുപോൽ തങ്ങൾ സ്വഭാവങ്ങളാമതുപോലെ നിൽക്കുന്നു ഭേദമന്യേ ഒന്നൊന്നിൽ പിഴയാതെ. ഓർക്കുമ്പോൾ കോപിപ്പതാരോടതു ക്രോധത്തിൻ്റെ ശീലമായതും അഹങ്കാരത്താൽ, അഹങ്കാരശീലമോ മായ തൻ്റെ വൈകാര്യ സ്വഭാവങ്ങൾ. സുഖദുഃഖങ്ങൾ സർവം തോന്നിലും തത്സ്വഭാവം, സുഖദുഃഖങ്ങൾ ഭേദവിഭ്രമമെന്തേ പിന്നെ. തോന്നലും തോന്നാത്തതും മായതൻ സ്വഭാവങ്ങളെന്നതുകൊണ്ടു സുഖദുഃഖങ്ങളെന്തു പിന്നെ. ലോകഭേദങ്ങൾ ജന്മമൃതികൾ സ്വഭാവമിതാകുന്നതെന്നാലതു സഹസാ സുഖമെങ്കിൽ, ഈ വക സ്വഭാവവും സുഖവുമല്ലയെങ്കിൽ കേവലം സുഖത്തിലേക്കിതുകൊണ്ടെന്തു ഛേദം. ആത്മാവ് സുഖസ്വാഭാവികമിതെന്നാകിലോ ആത്മാവല്ലാത്തതിനാൽ എന്തൊരു ഛേദമിങ്ങും. ആത്മാവു ദേഹങ്ങളിൽ കൂടും തത്സ്വഭാവത്തെ സ്വാത്മനി സുഖമെന്നാൽ വേർപെട്ടാൽ എന്തു പിന്നെ. നിനവും സ്വഭാവമെന്നാകിലോ നിനവല്ല, അതിനാൽ എന്തു ഛേദം. നിനവേ സുഖമല്ലോ, നിനവിനന്യം സുഖമായിടും സ്വഭാവമെന്നാകിലോ നിനവിനാൽ എന്തു സംഭ്രമം പിന്നെ. ദുഃഖങ്ങൾ സ്വഭാവമിതാകുന്നതെന്നാകിലോ ദുഃഖസമ്മിശ്രഭേദ സംഭ്രമം വേണ്ടയല്ലോ. സുഖമാം സ്വഭാവമിതാകുന്നതെന്നാകിലോ ദുഃഖഭേദങ്ങൾ കൊണ്ടിട്ടെന്തു വിഭ്രമം പിന്നെ. സുഖദുഃഖങ്ങൾ രണ്ടും സുഖമിതല്ലെങ്കിലോ സുഖദുഃഖങ്ങൾ തന്നാൽ പിന്നെ എന്തൊരു ഭ്രമം. സൃഷ്ടിയും സ്ഥിതിലയം ത്വത്സ്വഭാവത്വമെന്നാൽ തുഷ്ട്യാ വാണിയിടാമിതുകളിലങ്ങാനന്ദിച്ചു. ഇവയൊന്നുമേ സ്വഭാവത്വമിതല്ലെന്നാകിൽ
കേവലം സ്വഭാവമായി വാഴാമിങ് വയന്തേ. യാതൊന്നു സ്വഭാവമായി കരുതിയിടുന്നുവെന്നാൽ ആയതിനന്യങ്ങളാൽ എന്തു സംഭ്രമം പിന്നെ. യാതൊന്നു സ്വഭാവമായി കരുതുന്നില്ല എങ്കിൽ യാതൊരു സ്വഭാവത്താലേതും വിഭ്രമമില്ല. നിശ്ചലം സ്വാഭാവികമഴിവില്ലാത്ത വസ്തു ശാശ്വതാത്മാനമേതുപോലെന്നാൽ അതുപോലെ നിർണയിപ്പതു സ്വാഭാവികമല്ലെന്നു കണ്ടു. നിർണയമനിർണയമുഭയമെന്നല്ലാതെ കേവല സ്വഭാവത്താൽ തോന്നും സംഭ്രമം സർവം കേവലം മായാമയമതതിൻ സ്വാഭാവികം. തോന്നുന്നതെല്ലാം അതുകൊണ്ടെന്തു തോന്നിയാലും തോന്നാതെ പോയാലും ഇങ്ങെന്തൊരു ഛേദമുള്ളു. തോന്നിയിടുന്നതു സർവം സംഭ്രമ സ്വാഭാവികമായതുകൊണ്ടു നമുക്കേതുമേ ഭ്രമമില്ല. മായയാ ഭ്രമിച്ചാലും അതിൻ്റെ സ്വാഭാവികമൊന്നു രണ്ടെന്നും ഒന്നായി കണ്ടിരിപ്പതു ബ്രഹ്മമെന്നതു പാർത്താലിന്ന വണ്ണമേ എന്നൊന്നില്ല. തോന്നതിനില്ലെന്നതും അവയും സ്വഭാവവും താൻ തന്നെ മായയാലേ വേറായി തോന്നിയറിഞ്ഞന്തരംഗത്തിലൊന്നും അറിയാതാത്മാവിനും ഒന്നു രണ്ടെന്നും ഒരു കാലത്തും ഒരേടത്തും ഒന്നിനാലൊരുത്തനാൽ ഭയവുമില്ലയല്ലോ. ഈ വണ്ണം പ്രബുദ്ധനായിരിക്കുന്നൊരു ബുധൻ കേവലനായി ഭ്രമമില്ലാതെ വാണിടുന്നിതി പരമാർത്ഥം. പരമാത്മനി നിഷ്ഠന്മാരാം കേവലം ഋഷിജനമറിയുമതിനാലേ ഞാനിഹ ദുരന്തമായറിയായ്മയാലേറ്റം ശൂന്യമാമന്ധകാരം ശുദ്ധവിഭ്രമം തന്നെ ആനന്ദസ്വരൂപനാം മുകുന്ദപാദാംബുജം സേവിക്ക കൊണ്ടു തന്നെ കടന്നിടുവനെന്നു നിശ്ചയിച്ചൊരു മഹാബ്രാഹ്മണൻ തൻ്റെ ബുദ്ധി നിശ്ചലം വന്നുകൂട്ടി കേട്ടാലും ഉദ്ധവാ നീ. നിശ്ചയിച്ചൊരു മഹാബ്രാഹ്മണൻ തൻ്റെ ബുദ്ധി നിശ്ചലം വന്നുകൂടി കേട്ടാലും ഉദ്ധവാ നീ. നഷ്ടദ്രവ്യനായി മഹത്തുക്കളാൽ അപേക്ഷനായി വിഷ്ടഭപ്രദക്ഷിണനായിട്ടു സ്വധർമ്മത്തിൽ ചലനം കൂടാതെയും സഞ്ചരിച്ചിതു കേൾക്ക. ജീവനു സുഖദുഃഖം മറ്റൊന്നാലല്ലേവർക്കും സമനോവിഭ്രമത്താൽ തന്നെയെന്നതും നൂനം. ആത്മവിഭ്രമത്താൽ ഔദാസീനനും രിപു എന്നിവ സംസാരവും മാനസമാശ്രിതമായി വന്നുകൂടിന്നിതതുകൊണ്ടെല്ലാവയാലും ബ്രഹ്മനിഷ്ഠമായിരിക്കുന്നൊരു ഭിക്ഷുഗീത നന്മയായി വഴി പോലെ ധരിക്ക. ശ്രവിക്കയും ചൊൽകയും കേൾപ്പിക്കയും ചെയ്യുവോരുടെ ചിത്തം ഏകമാം പദം ചേരും ദ്വന്ദ്വാന്ധകാരം പോകും. ഉദ്ധവ ഗുണമയം സംസാരമെന്നീ അർത്ഥം സിദ്ധിച്ചതിനീ ശേഷം കൊല്ലുവൻ കേട്ടുകൊള്ളുക. ബ്രഹ്മനിഷ്ഠമായിരിക്കുന്നൊരു ഭിക്ഷുഗീത നന്മയായി വഴി പോലെ ധരിക്ക. ശ്രവിക്കയും ചൊൽകയും കേൾപ്പിക്കയും ചെയ്യുവോരുടെ ചിത്തം ഏകമാം പദം ചേരും ദ്വന്ദ്വാന്ധകാരം പോകും. ഉദ്ധവ ഗുണമയം സംസാരമെന്നീ അർത്ഥം സിദ്ധിച്ചതിനീ ശേഷം ചൊല്ലുവൻ കേട്ടുകൊള്ളുക. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.